SK, ഇപ്പോൾ നമ്മൾ ഈ ഡീൽ വിവാദത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്നതിന് ഇപ്പോൾ വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ ഈ പരസ്യ പ്രചാരണം അവസാനിക്കാൻ. അപ്പോൾ ഈ കൃത്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ ഒരു അജണ്ട UDF സെറ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ BJP സംസ്ഥാന അധ്യക്ഷനുമൊക്കെ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞും വിശദീകരണം നൽകിയും രംഗത്ത് വരേണ്ട സാഹചര്യമുണ്ടായി. ഇപ്പോൾ തുടങ്ങിയത് KC വേണുഗോപാൽ ആണെങ്കിലും ഇന്ന് VD സതീശൻ കുറച്ചുകൂടി സ്പെസിഫിക് ആവുകയാണ്. അതായത് മണ്ഡലങ്ങളുടെ പേര് പറയാം. ഇപ്പോൾ കാസർഗോഡ്, മഞ്ചേശ്വരം, അതുപോലെ പാലക്കാട്, റാന്നി, കോന്നി, ഈ മണ്ഡലങ്ങൾ 10 പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഏറ്റുമാനൂരടക്കം 6 മണ്ഡലങ്ങളുടെ കാര്യം പറഞ്ഞു. മാത്രമല്ല ഇന്ന് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയപ്പോൾ പൂരം കലക്കി അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി. പിന്നെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ 300 കോടി രൂപയുടെ തട്ടിപ്പിൽ ഒരു ED അന്വേഷണം പറഞ്ഞു. അപ്പോൾ VD സതീശൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, മാധ്യമർ നിങ്ങളല്ലേ വാർത്ത കൊടുത്ത് ED വന്ന് പിടിമുറുക്കുന്നു, എന്നിട്ട് പിടിമുറുക്കിയില്ല. എന്താ കാര്യം? തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി ജയിച്ചപ്പോൾ ആ പിടിമുറുക്കൽ മാറി. ഇങ്ങനെ തുടങ്ങി കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഇതാണ് ഞങ്ങളുടെ ആരോപണം, ഇങ്ങനെ അതിലേക്ക് പോയിന്റ് ചെയ്യുകയാണ് VD സതീശൻ ചെയ്തത്. മുഖ്യമന്ത്രി പറഞ്ഞത് ദിലീപ് നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ ഈ പറയുന്ന പല പുസ്തകങ്ങളിലൂടെയും പുറത്തു വന്നിട്ടുള്ള കോലീബി സഖ്യത്തെ കുറിച്ചാണ്. മാത്രമല്ല VD സതീശനോട് ചോദിച്ചു ഇനി എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ വെച്ചാൽ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു അജണ്ട ഉടനെ വരും എന്നാണ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.